ഒരു പക്ഷേ അതിൽ മാറ്റമുണ്ടായേക്കാം. എന്തായാലും നിലവിലെ ചിത്രം ഇങ്ങനെയാണ്. 839 വോട്ടുകൾ മാത്രമാണ് സി കൃഷ്ണകുമാറിന്റെ ലീഡ് ഒന്നാം റൗണ്ടിൽ. കഴിഞ്ഞ തവണ അത് 1600-1700 വോട്ടുകളുടെ ലീഡായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഈ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോയാൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ അത്ര കണ്ട് സജീവമാകുമോ എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇതാ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. 1016 വോട്ടിലേക്ക് കൂടിയിരിക്കുകയാണ് ബി.ജെ.പിക്ക്. 1016 അതും പോരാ. ഈ ലീഡ് പോരാ, 1016 പോരാ. അതിൽ ഉയർന്നാൽ മാത്രമേ മാറ്റമുണ്ടാവൂ. കാരണം ബി.ജെ.പിക്ക് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ നഗരസഭാ മേഖലയിൽ തന്നെ മാറ്റമുണ്ടാക്കണം. അവിടെ തന്നെ മേധാവിത്വം ഉണ്ടാക്കണം. അത് ഒന്നാം റൗണ്ട് മുതൽ പ്രകടമാവണം. ഈ ഭൂരിപക്ഷം പോരാ, ഇനിയും ഉയരണം. എങ്കിലേ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ സി കൃഷ്ണകുമാർ തന്നെ 1016 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഈ ട്രെൻഡ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ എത്രയധികം വോട്ടുകളുടെ ലീഡ് നേടാൻ ബി.ജെ.പിക്ക് കഴിയും? 1016 എന്ന് പറയുമ്പോൾ ആദ്യ റൗണ്ടിൽ എന്തായാലും 2000-ൽ കൂടുതൽ വോട്ടുകളുടെ ലീഡ് വേണ്ടതാണ്. അങ്ങനെ ഓരോ റൗണ്ടിലും ലീഡ് നിലനിർത്തിക്കൊണ്ടുപോയി ആകെ പാലക്കാട് നഗരസഭ അതിർത്തി വരുമ്പോഴേക്കും 7 റൗണ്ടുകൾ പൂർത്തിയായിട്ടുണ്ടാവും. ആ സമയത്ത് കൃത്യമായിട്ടും 8000 വോട്ടിന്റെങ്കിലും ലീഡ് കിട്ടേണ്ടതാണ് ബി.ജെ.പിക്ക്. അതിലേക്ക് വരുമോ എന്നുള്ളതാണ്. അത് 4-5 റൗണ്ടുകൾ പാലക്കാട് അതിനിർണായകമാണ്. അപ്പോൾ 1016-ൽ നിന്ന് കൂട്ടുവാൻ സാധിക്കുമെന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. അതിലേക്ക് എത്തിയിട്ടില്ല. 4-5 റൗണ്ടുകൾ ശ്രദ്ധിക്കുക. 4ാം റൗണ്ടും 5ാം റൗണ്ടും അത് പാലക്കാട് അതിനിർണായകമാണ്. അത് ബി.ജെ.പിയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്. അവിടെ വോട്ടുകൾ പിന്നോട്ട് പോയാൽ പിന്നെ ബി.ജെ.പിക്ക് അവിടെ ജയിച്ചു കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലേക്ക് എത്തുവാൻ ഇനി കുറച്ച് സമയം കൂടിയുണ്ട്. അങ്ങനെ പാലക്കാട് നഗരസഭയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അവിടെ പുരോഗമിക്കുന്ന സമയത്താണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ 1016 വോട്ടുകളുടെ ലീഡ് സി കൃഷ്ണകുമാർ നേടിയിരിക്കുന്നു. അതേസമയം ചേലക്കരയിൽ വരവൂർ പഞ്ചായത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് 3110. ഇത് സേഫായിട്ട് ജയിക്കാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ വരവൂർ എന്ന് പറയുന്നത് CPM-ന്റെ ഏരിയയാണ്. അവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അപ്പോൾ അത് മതിയോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പുറത്ത് ചേലക്കര പോലെയുള്ള പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ രമ്യ ഹരിദാസിന് ഇതേ രീതിയിൽ തിരിച്ചടിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.